Hello dears, it's me Janisha. Welcome back to our class. And in the last class, we discussed grammatical forms and functions of sentences. And in today's class also, we are dealing with the rest of this topic. And we completed the activities given here. And in last class we did some exercises to identify the sentence type, whether it is a statement or a question type or an imperative one or an exclamatory type. We completed that exercise, and now we are going to deal with the continuation of the same topic. Let me take that portion. This is the one we have completed in the last class. Okay, now okay, from this point we will have to discuss. Each of the following sentences can be completed with only one choice out of the three given. Take the correct choice in each sentences. Okay, so അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റഡ്, ദ സെൻറ്റൻസ് ഇസ് നോട്ട് കംപ്ലീറ്റഡ്, ജസ്റ്റ് a part of the sentence or just a word of a sentence is given, and we have to choose the most appropriate one among the given options in order to complete the sentence. And the sentence can be a question, it can be a statement, it can be an exclamatory one. Let's see what it is. The first one, I wonder. Example options are where has he gone, where he has gone, where he has gone. So, two among the three options, two are questions and the other one is statement. സോ ഇവിടെ സെൻറ്റൻസ് തുടങ്ങുന്നത് ഐ വണ്ടർ എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് വെയർ ഹാസ് ഹി ഗോൺ, വെയർ ഹി ഹാസ് ഗോൺ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വേർഡിൻ്റെ പാറ്റേൺ നമുക്കറിയാം. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അതിൽ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് നോട്ട് വേർഡ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും, ദെൻ ഓക്സിലിയറി വേർബ് കാണും, ദെൻ സബ്ജക്റ്റ്, പിന്നെയാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ വരുന്നത്. റെസ്റ്റ് ഓഫ് ദ പോർഷൻസ് ഒക്കെ പിന്നെ വരുന്നതാണ്. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസ് വെയർ, ഫസ്റ്റ് വൺ വെയർ ഹാസ് ഹി ഗോൺ, വെയർ ഹി ഹാസ് ഗോൺ, അത് സെൻറ്റൻസ് അല്ല, സോറി, നോട്ട് എ ക്വസ്റ്റ്യൻ. വെയർ ഹി ഹാസ് ഗോൺ അത് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻ ഓർഡർ കറക്റ്റ് അല്ല. ദ ഓർഡർ ഓഫ് ദി ക്വസ്റ്റ്യൻ ഈസ് നോട്ട് റൈറ്റ്. പിന്നെ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്, വെയർ ഹാസ് ഹി ഗോൺ, വെയർ ഹി ഹാസ് ഗോൺ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വേർഡായിട്ട് മാത്രമാണ് തുടങ്ങിയിരുന്നത്, വെയർ ഹാസ് ഹി ഗോൺ എന്ന് മാത്രമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് തുടങ്ങിയിരിക്കുന്ന ഐ വണ്ടർ എന്ന് വെച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് ഐ വണ്ടർ എന്ന് വെച്ച് പിന്നെ ബാക്കി നമ്മൾ എഴുതുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് എൻഡ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ വെയർ ഹി ഹാസ് ഗോൺ, ദ സെക്കൻഡ് വൺ ഈസ് ദി റൈറ്റ് ആൻസർ. ഐ വണ്ടർ വെയർ ഹി ഹാസ് ഗോൺ, ദറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അവിടെ അത് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വരുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ വെയർ ഹാസ് ഹി ഗോൺ അത് മാത്രം കറക്റ്റ് ആൻസറാണ്. പക്ഷേ ഐ വണ്ടർ എന്നുള്ളത് എന്ന ഒരു സബ്ജക്റ്റും ഒരു വേർബും വെച്ചിട്ടാണ് ഇത് ബിഗിൻ ചെയ്യുന്നത്. So here the correct option is where he has gone. It's a statement here, not a question. The next one, why has he left so early? Only why is given here and we have to complete that question. First option, has he left so early? Then he has left so early. He left so early. So
ഈ ഒരു തന്നിരിക്കുന്ന ഓപ്ഷനിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ആഫ്റ്റർ വൈ ക്വസ്റ്റ്യൻ ഓക്സിലറി വേർബ് അതുപോലെ സബ്ജക്റ്റ് വേർബ് ആ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ദ റൈറ്റ് വൺ ഇസ് എ. ഓപ്ഷൻ എ ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഹി ഹാസ് ലെഫ്റ്റ് സോ ഏർലി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഇസ് നോട്ട് ഇൻ ക്വസ്റ്റ്യൻ പാറ്റേൺ, നോട്ട് ഫോളോയിങ് ദി ക്വസ്റ്റ്യൻ പാറ്റേൺ. ദെൻ ഹി ലെഫ്റ്റ് സോ ഏർലി. അങ്ങനെ നമുക്ക് ചോദിക്കാം വൈ ഹി ലെഫ്റ്റ് സോ ഏർലി. യൂഷ്വൽ ടോക്കിൽ നമുക്കങ്ങ് ചോദിക്കാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഒരു ഗ്രാമാറ്റിക്കലി കറക്റ്റായിട്ട് വരുന്നത് വൈ ഹാസ് ഹി ലെഫ്റ്റ് സോ ഏർലി. സോ ദ ഫസ്റ്റ് വൺ. ദെൻ നെക്സ്റ്റ് വൺ, can you tell me where Rida lives? Where does Rida live? Where Rita lives. Okay, can you tell me where Rita lives? Where does Rita lives? Where Rita lives. Oh, can you tell me എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. എന്നോട് പറയാൻ കഴിയുമോ എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് can you tell me where does Rita live? I think that is the most appropriate option. Then he has left for Bombay. He has left for Bombay. 3 options are given here. First one is isn't it, then hasn't it, then hasn't he. Isn't it, hasn't it, hasn't he. And this type of questions are called question tag. Question tag. Question tag. Question tag എന്ന് പറയുന്നത് it is short questions which is asked to assure the given statement as a true or not. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഫോളോ ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം അത് കറക്റ്റാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ടാഗിന് ഒരു 2-3 റൂൾസ് ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്നതിന്. വി ഹാവ് സർട്ടൻ റൂൾസ്. ഹി ഹാസ് ലെഫ്റ്റ് ഫോർ ബോംബെ. സോ ഇൻ ദിസ് സെൻറ്റൻസ് isn't it, hasn't it, hasn't. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലിയറി വേർബ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലിയറി വേർബ്, ദാറ്റ് ഈസ് ദി ഫസ്റ്റ് റൂൾ. ഓക്സിലിയറി വേർബ് ഉണ്ടോ എന്ന് നോക്കണം. Then second one, sentence negative or positive. Negative or positive. ഇതാണ് സെക്കൻഡ് റൂൾ. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനുള്ള സെക്കൻഡ് റൂൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കണം. ദെൻ ദ നെക്സ്റ്റ് റൂൾ ഇസ് സബ്ജക്റ്റ്. നെക്സ്റ്റ് റൂൾ ഇസ് സബ്ജക്റ്റ്. അത് സബ്ജക്റ്റ് എപ്പോഴും പ്രൊനൗൺ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഓർക്കണം. പ്രൊനൗൺ ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം ഇങ്ങനെ കൂട്ടത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാൻ 3 റൂൾസാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് റൂള് നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഐഡൻറ്റിഫൈ ദ ഓക്സിലറി വേർബ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് റൂൾ. Then the next one is identify whether the given sentence is positive or negative. And then next rule is identify the subject or pronoun given in the sentence. These are the 3 rules. Okay.
ഇനി ഈ റൂൾസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഹീ ഹാസ് ലെഫ്റ്റ് ഫോർ ബോംബെ. ഹി ഹാസ് ലെഫ്റ്റ് ഫോർ ബോംബെ. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നമുക്ക് ഓക്സിലിയറി വെർബ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഹി ഹാസ് ലെഫ്റ്റ് ഫോർ ബോംബെ. സോ ഹിയർ ഹാസ് is the auxiliary verb given. ഓക്കെ, അപ്പോൾ നമ്മളത് എടുത്തെഴുതി. ഹാസ് എന്നുള്ള ഓക്സിലിയറി വെർബ് അതിൽ എടുത്തെഴുതി. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞത് ഐഡൻറ്റിഫൈ ഇഫ് ദ സെൻറ്റൻസ് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതായത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസ് ഒരു നോട്ട് എന്നുള്ള മീനിങ് അവിടെ കൺവേ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ടച്ച് സെൻറ്റൻസിനില്ല. നത്തിങ് ഈസ് കൺവേഡ് ഇൻ എ നെഗറ്റീവ് വേ. ഹി ഹാസ് ലെഫ്റ്റ് ഫോർ ബോംബെ. അപ്പോൾ സെൻറ്റൻസ് എന്തല്ല, നെഗറ്റീവ് അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ സെൻറ്റൻസ്, അതായത് സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താവും, പോസിറ്റീവോ. ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവോ. ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്. ഓക്കെ, സെൻറ്റൻസ് പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് റൂള് നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓക്സിലിയറി വെർബ് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഫസ്റ്റ് റൂൾ. അപ്പം നമ്മൾ അതിൽ ഓക്സിലിയറി വെർബ് എടുത്തു. രണ്ടാമത്തെ കാര്യം, തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാഗിൽ എന്ത് വരണം, സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് വരണം, സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്. അതുകൊണ്ട് ടാഗ് എന്താവണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ടാണല്ലോ, നോട്ട്. പക്ഷെ നമ്മൾ ടാഗിൽ എഴുതുമ്പോൾ നോട്ട് എന്നതുപോലെ എഴുതാറില്ല, നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോമാണ് എഴുതാറുള്ളത്. ഹാസിൻറ്റ്. രണ്ട് റൂള് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ടാഗിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിലറി വെർബ് ഐഡൻറ്റിഫൈ ചെയ്തു, അത് ഹാസ് ആണ്. ആൻഡ് ദ സെക്കൻഡ് റൂൾ ആൻഡ് കൺഫേംഡ് ഇഫ് ദ സെൻറ്റൻസസ് positive or negative. So here the given sentence is in positive, so we have to add negative form in the question tag. So we added the contracted form of not here, that is int. Now it is hasn't. ആൻഡ് ദെൻ തേർഡ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ആണ്. ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഹീ എന്നാണ്. ഓക്കെ, ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അത് ഓൾറെഡി പ്രനൗൺ ആയതുകൊണ്ട് നമുക്ക് ഇനി വേറെ സബ്ജക്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഹാസിൻറ്റ് ഹീ ഈസ് ദി ക്വസ്റ്റ്യൻ ടാഗ് ഹിയർ. I hope you got it how to form a question tag. And if we have this topic in the coming sections, we will learn in detail. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ ഈ ടൈപ്പ് കണ്ടതുകൊണ്ട് നിങ്ങളോടത് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്ന് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. അത് കീപ്പ് ഇൻ മൈൻഡ്. ഹാസിൻ ഹി ഈസ് ദി കറക്റ്റ് ആൻസർ ഹിയർ. ദെൻ നെക്സ്റ്റ് വൺ, ഷീ ലൈക്സ് ദ ഹൗസ്. ഇതും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം പറഞ്ഞ റൂള് ഓർക്കാം. ഓക്സിലിയറി വേർബ് ഉണ്ടെങ്കിൽ അതെടുത്തെഴുതുക, അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിലിയറി വേർബ് തന്നിട്ടില്ല. ഓക്സിലിയറി ഈസ് നോട്ട് ഗിവൺ ഹിയർ ആൻഡ് വി ഹാവ് ഓൺലി വൺ വേർബ് ഈസ് ഹിയർ, ദാറ്റ് ഈസ് ലൈക്സ്. ഈ ലൈക്സ് എന്ന് പറയുന്ന ഒരൊറ്റ വേർബേ നമുക്കിവിടെ തന്നിട്ടുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ലൈക്സ് എന്ന മെയിൻ വേർബിൽ നിന്ന് ഓക്സിലിയറി വേർബ് മാറ്റണം. നമുക്ക് ഡു പ്ലസ് ലൈക്ക് ആണ് എന്ത്, ലൈക്ക്. ഓക്കെ, ഇത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ദെൻ ഡിഡ് പ്ലസ് ലൈക്ക്,
ലൈക്ഡ്. ലൈക്ഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫോം, വേർബിൻ്റെ സെക്കൻഡ് ഫോം. ഇനി ഈ വേർബിൻ്റെ മറ്റൊരു ഫോം ഡു, ഡിഡ്, ഡസ് ഫോം ഓഫ് വേർബിലും ഡസ് പ്ലസ് ലൈക്ക് എന്നുള്ളതാണ് എന്ത്, ലൈക്സ്. ഓക്കെ, ഡു, ഡിഡ്, ഡസ് എന്ന് പറയുന്ന ഇത്രയും ഓക്സിലിയറീസ് ഇവിടെയുണ്ട്. ഡു പ്ലസ് ലൈക്ക്, ലൈക്ക്, ഡിഡ് പ്ലസ് ലൈക്ക്, ലൈക്ഡ്, ദെൻ ഡസ് പ്ലസ് ലൈക്സ്, ലൈക്ക് എന്നുള്ളതാണ് ലൈക്സ്. അപ്പോൾ ഇവിടെ ലൈക്സ് എന്നുള്ള മെയിൻ വേർബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് ദർ ഈസ് നോ ഓക്സിലിയറി വേർബ് ആൻഡ് ഇഫ് യു ഹാവ് ഓൺലി മെയിൻ വേർബ് ഈസ് ഗിവൺ, first identify the form of that main verb. If the verb is in verb 1 or verb 2 or in S form. അപ്പോൾ verb 1 ആണ് മെയിൻ വേർബ് എങ്കിൽ ഏത് ഓക്സിലറി വെർബായിട്ട് എടുക്കണം, ഡു അവിടെ ഓക്സിലറി ആയിട്ട് എടുക്കാം. ഇനി വേർബ് 2 ആണ് നമുക്ക് മെയിൻ വേർബ് എങ്കിൽ അവിടെ ഓക്സിലറി വേർബ് ഏതായിരിക്കും, ഡിഡ് ആയിരിക്കും. ആൻഡ് ഇനി വേർബ് ഇഫ് ദ ഗിവൺ മെയിൻ വേർബ് ഇസ് ഇൻ എസ് ഫോം ഓർ ഇൻ സിംഗുലർ ഫോം യൂസ് ഡസ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഓക്സിലറി വേർബ് ഏതാണ്, ഡസ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന 3 ഓപ്ഷനിലും ഡസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഡസ് എടുത്തെഴുതുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ദിസ് സെൻറ്റൻസ് ഇസ് ഇൻ പോസിറ്റീവ് ബിക്കോസ് ദർ ഇസ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് എ നെഗേഷൻ. ഒരു നെഗറ്റീവ് മീനിങ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേർഡ്സും ഇതിൽ കൊടുത്തിട്ടില്ല. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇഫ് ദ സെൻറ്റൻസ് ഈസ് പോസിറ്റീവ് വി ഹാവ് ടു യൂസ് നെഗറ്റീവ് ടാഗ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആക്കണം. ഡസൻറ്റ്, ദെൻ പ്രനൗൺ ഓൾറെഡി ഗിവൺ, ഷീ എന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഷീ അതുപോലെ എടുത്തെഴുതി, ഡസൻറ്റ് ഷീ. ഓക്കെ, ഇനിയും ഇവിടെ നമുക്ക് ഈ പ്രനൗൺ ഹീ ഷീ എന്ന് ഡയറക്റ്റ് തന്നത് കൊണ്ടാണ് നമ്മളത് അവിടെ എടുത്തെഴുതിയത്. അതേസമയം ഇഫ് ഇൻ ദ കേസ് ഓഫ് സബ്ജക്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ പ്രൊനൗൺ ഇഫ് ദ നെയിം ഓഫ് എ ഗേൾ ഇസ് ഗിവൺ or if the name of a boy is given, we have to use appropriate pronoun. If the name of a boy is given in the sentence statement part, we have to use what he, pronoun as he. ബോയുടെ നെയിം ആണെങ്കിൽ നമുക്ക് അവിടെ പ്രൊനൗണിൻ്റെ സ്ഥാനത്ത് ഹീ കൊടുക്കണം, അതിന് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഹീ കൊടുക്കണം. അതുപോലെ ഗേളിൻ്റെ നെയിം ആണെങ്കിൽ ഷീ കൊടുക്കണം. അതല്ലേ പ്ലൂരൽ സബ്ജക്ട്സ് ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ആർ പ്ലേയിങ് ഫുട്ബോൾ, സ്റ്റുഡൻസ് ആർ പ്ലേയിങ് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടാഗ് വരുന്നത് ആറിൻറ്റ് ദേ എന്നാണ്. ആറിൻറ്റ് ദേ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂരലാണ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദേ എന്നുള്ള പ്രൊനൗണാണ്, ആറിൻറ്റ് ദേ. Okay, I hope you clear how to form a question tag. If a statement is given, how to form a question tag. Keep the 3 points in mind to form question tag. Okay. Then you can move on to the next part. Check your progress. Study the following excerpts. You will find that in each there is a sentence in the question form. Which of the following communicative functions does the question form perform? In these excerpts, to ask for information, or to criticize or complain, to make a request, or to make a suggestions. We have been given certain sentences here, which is taken from some works written by famous writers. Okay, and we have to find out the function of each questions, each type of questions given in each sentence. ഏത് ഫങ്ഷനാണ് അത് ചെയ്യുന്നത്? അതൊരു ഇൻഫർമേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ, അല്ലാതെ ഒരു കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണോ, ക്രിട്ടിസൈസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ റിക്വസ്റ്റിനുള്ളതാണോ, സജഷനുള്ളതാണോ എന്ന് നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. The first sentence which is taken from the I think it's a novel, The End of the Party, which is written by Graham Greene, a famous writer. And it is said here, I'm sorry, Peter said,
and then worried at the sight of a face creased again by mystery and foreboding. Why don't you just stay in bed? Why don't you just stay in bed? I will tell mother you fell too ill to get up. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡോണ്ട് യു ജസ്റ്റ് സ്റ്റേ ഇൻ ബെഡ്, എന്തുകൊണ്ട് ബെഡിൽ തന്നെ നിനക്ക് കിടന്നുകൂടാ എന്നുള്ളത് അവിടെ ഒരു സജഷൻ പോലെ നമുക്ക് എടുക്കാം. ഒരു നിനക്ക് ബെഡിൽ തന്നെ കിടന്നൂടെ എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ സജഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. The next one, I see that you are in the habit of eating heavy luncheon. So this sentence is taken from short story. It's a very interesting short story written by Somerset Maugham, The Luncheon. Luncheon means lunch. I'm sure it's a mistake. Why don't you follow my example and just eat one thing? I'm sure you would feel ever so much better for it. Again, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ, എൻ്റെത് ഫോളോ ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതാണ്. അതൊരു സജഷൻ പോലെ നമുക്ക് എടുക്കാം. Then your father would have been proud of you, she said. He always wanted you to be credit to him. Remember those boxing lessons? ക്വസ്റ്റൻ അതാണ്. റിമെമ്പർ ദോസ് ബോക്സിംഗ് ലെസൺസ്. ആ ലെസൺസ് ഓർമ്മയുണ്ടോ? So we can say that this question is to ask for information. The function of this question is to ask for information. Okay. Then it's not easy starting a new school halfway through the term. I was worried. Then, but you have settled down well. I'm proud of you too. Okay. So this last sentence is taken from Christopher Leach, Uncle Frank. Okay. Then, next one, read the following sentences given below and write what you would say to make a request in each case. Use the words given in brackets. One example has been done for you. Okay. Well, we have been given some sentences here. Let's see what to do here. Read the following sentences given below and write what you would say to make a request in each case. അപ്പോൾ നമുക്കിവിടെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ഈ ഓരോ സെൻറ്റൻസും ഹൗ ടു ആസ്ക് ഇൻ എ വേ ഓഫ് റിക്വസ്റ്റ്. Okay, as a way of request, how to ask all these questions. The first one, an example is given here. You want to borrow your friend's bicycle. You want to borrow your friend's bicycle. What do you say to him or her? ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ സൈക്കിള് ബോറോ ചെയ്യണം. അപ്പം നമ്മളത് എങ്ങനെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഹൗ വി വിൽ ആസ്ക് that question to him, and how you want to ask, that is given in bracket. Could I? We have to ask with could I. So that is given here. Could I borrow your bicycle? എൻ്റെ സൈക്കിൾ ഒന്ന് ബോറോ ചെയ്യാമോ, തരാമോ എന്ന് വളരെ പൊളൈറ്റായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. Like this, we have to form questions for the following sentences too. Second one, you want to leave the school early because you have to meet your uncle at the station. What do you ask your teacher? So you want to leave the school early because you have to meet your uncle at the station. Okay, സ്റ്റേഷനിൽ നിൻ്റെ അങ്കിളിനെ മീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ സ്കൂളിൽ നിന്ന് പോകണം. So you want to ask permission from your teacher to leave school. Then how you ask? So how you want to ask? You have to begin with may I. May I. പോയിക്കോട്ടെ എന്നുള്ള ഒരു പെർമിഷൻ. Then how can we ask it? May I leave the school early because I have to meet my uncle at the station. എങ്ങനെ മാറും അത്?
ആ സെൻറ്റൻസ് എങ്ങനെ മാറും? ഓക്കെ, മേ ഐ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. മേ ഐ ലീവ്, മേ ഐ ലീവ് സ്കൂൾ. ഓക്കെ, നമുക്കവിടെ തന്നിട്ടുണ്ട്, സെൻറ്റൻസിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. മേ ഐ ലീവ് സ്കൂൾ ഏർലി, സ്കൂൾ ഏർലി ബിക്കോസ്, അവിടെ അതുപോലെ തന്നെ നമുക്ക് ബിക്കോസ്, ഞാനിപ്പോൾ ഷോർട്ട് ചെയ്തേ ഉള്ളൂ. ബിക്കോസ് യു ഹാവ് ടു, നമുക്ക് തന്ന സിറ്റുവേഷനാണ്, പക്ഷെ നമ്മൾ ചോദിക്കേണ്ടത് ടീച്ചറോടാണ്. അപ്പോൾ എനിക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ യു എന്തായിട്ട് മാറും? ഐ ഹാവ് ടു, ഐ ഹാവ് ടു മീറ്റ് യുവർ അങ്കിൾ എന്നുള്ളത് മൈ അങ്കിളായിട്ട് മാറും. ഐ ഹാവ് ടു മീറ്റ് മൈ അങ്കിൾ അറ്റ് ദി സ്റ്റേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത്. ഒരു റിക്വസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ദ നെക്സ്റ്റ് വൺ, the boys in the next room have some music on very loud. How do you ask them politely to turn down? നെക്സ്റ്റ് റൂമിലെ ബോയ്സ് അവർ ഹൈ വോളിയത്തിൽ മ്യൂസിക് പ്ലേ ചെയ്തിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് ടു ആസ്ക് ദം ടു റിഡ്യൂസ് ദ വോളിയം. ഹൗ വിൽ ആസ്ക്? സോ എങ്ങനെ ബിഗിൻ ചെയ്യണം? ഡു യു തിങ്ക് യു ഡാഷ്. സോ ഹൗ വി ബിഗിൻ? ഡു യു തിങ്ക് യു കുഡ് ഗിവ് മീ. അങ്ങനെ നമുക്ക് ചോദിക്കാം. ഡു യു തിങ്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഡു യു തിങ്ക്, ഡു യു തിങ്ക് യു, വളരെ പൊളൈറ്റായിട്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളവിടെ കുഡ് യൂസ് ചെയ്തു. യു കുഡ്, യു കുഡ് ടേൺ ദ വോളിയം ഡൗൺ. യു കുഡ് ടേൺ ദ വോളിയം ഡൗൺ. യു കുഡ് ടേൺ ദ വോളിയം ഡൗൺ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ലാസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ദെൻ next one, fourth one, you have to move some heavy furniture to the assembly hall. Ask someone help you. കുറച്ച് ഈ ഹെവി ഫർണിച്ചർ നിങ്ങൾക്കൊരു അസംബ്ലി ഹാളിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു ഹെൽപ്പ് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ബിഗിൻ ചെയ്യണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡു യു തിങ്ക് ഇസ് ഓൾറെഡി ഗിവൺ ഹിയർ. സോ ഹൗ വി വിൽ റൈറ്റ് ഇറ്റ്? ഡു യു think, do you think you could, do you think വെച്ച് ചോദിക്കാം. നമുക്ക് അധികം യു കുഡ് എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കാം. യു കുഡ് ഗിവ് മീ ഓർ യു കുഡ് ഹെൽപ്പ് മീ ടു move the, you could help me to move the furniture. You could help me to move the furniture and put a question mark. Do you think you could help me to move the furniture? Okay, this is the way we form questions for this statement. The next one, you are in the post office. You want to stamp for an email letter to America. Okay, what do you say to a person standing in the queue? അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഓഫീസിലാണ്, ഒരു അമേരിക്കയിലേക്കുള്ള ഒരു മെയിൽ ലെറ്ററിൽ സ്റ്റാമ്പ് ചെയ്യണം. അപ്പോൾ അത് ക്യൂവിൽ നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ എങ്ങനെയാണ് അതിന് സമ്മതം ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? വി ഹാവ് ടു ബിഗിൻ വിത്ത് വുഡ് യു മൈൻഡ്. അപ്പോൾ ഈ വുഡ് യു മൈൻഡ് വെച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ അതിനുശേഷം വരുന്ന വേർബ് ING ഫോമിലായിരിക്കും. അപ്പോൾ വുഡ് യു മൈൻഡ് buying, do you mind buying me a stamp? Buying me a
സ്റ്റാമ്പ്. അത് വുഡ് യു മൈൻഡ് നമുക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിരോധം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. മീ എ സ്റ്റാമ്പ് ഫോർ ആൻ എയർമെയിൽ. The rest of the part is given in the sentence. You just need to replace it. Airmail letter to America. Airmail letter to America. Okay. Would you mind buying me a stamp for an airmail letter to America? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ, വുഡ് യു മൈൻഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വേർബിൽ ING ഫോം ആയിരിക്കും, വേർബിൻ്റെ ING ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, hope it is clear. And then the last one here. You have got a 50 rupee note, but you need some change. You ask somebody to help you. Okay, you have ഒരു 50 rupee note ഉണ്ട്, you need change, and you're asking somebody's help to change the note. And here the beginning must be like this: can you change? Okay, I will write can you change a ക്വസ്റ്റ്യൻ വേർഡ് കിട്ടിയാൽ ബാക്കി സെൻറ്റൻസസ്, ബാക്കിയുള്ള ഭാഗം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തെഴുതാൻ കഴിയും. 50 not 15, it is 50, I think it's 15, sorry, this, okay, it is 50 rupees, 50 rupee note, 50 rupee note for me. ഓക്കെ, ഞാൻ എഴുതുന്നത് ചിലപ്പോൾ ക്ലിയർ ആവണം എന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ക്യാൻ യു ചേഞ്ച് 50 rupee നോട്ട് ഫോർ മീ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ദ നെക്സ്റ്റ് വൺ, ചെക്ക് യുവർ പ്രോഗ്രസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് വാട്ട് ഈസ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. വിതിൻ ബ്രാക്കറ്റിൽ അത് ഏത് ടൈപ്പാണെന്നും കൊടുത്തിട്ടുണ്ട്. ലീവ് മീ ദ റൂം അറ്റ് വൺസ്. ആക്ച്വലി ദറ്റ് ഈസ് ഒരു ഇമ്പറേറ്റീവ് ആണ്, പക്ഷെ അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ക്വസ്റ്റ്യൻ മാർക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പങ്ക്ച്വേഷൻ അവിടെ തെറ്റാണ്. ഇമ്പറേറ്റീവിന് സാധാരണ, ഇമ്പറേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഓർഡർ, കമാൻഡ് ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ അതിന് സാധാ ഫുൾ സ്റ്റോപ്പ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്, എൻഡിങ് പോയിൻ്റ്. അപ്പോൾ അതിൽ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദെൻ exclamatory. So, okay, that sentence is ended with exclamatory. What a cold night. Where did you go in the holidays? That's an interrogative sentence. Then the thief was not caught. So, that is a passive form, negative sentence. Clear? What a stupid girl you are. It's an exclamatory sentence. Bracket le thannittundu. Then the police found liquor flowing out of the hand pumps in Porbandar. Okay, it's a declarative sentence and it's an affirmative too. Then Ruba was murdered at her house this afternoon. Yes, it's a passive sentence is in passive voice and it is affirmative. That means affirmative means a positive sentence. Then we are using several harmful pesticides these days. Okay, affirmative sentence. How far can you walk? Since interrogative question type. And how pretty she looks in her wedding dress? Exclamatory. ഇത് എന്താണ് ആക്ച്വലി ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് വി ഹാവ് ടു ഡു ഈസ് നോട്ട് ഗിവൺ ഹിയർ. അതുകൊണ്ടാണ് ഞാനത് വായിച്ചൊന്ന് പറഞ്ഞു പോയത്. ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് title. Sentences and their organization of the message. Focus, word order, clustered sentence. ഓക്കെ, നമ്മൾ പോകുന്നത് ഫോക്കസ്, വേർഡ് ഓർഡർ, ക്ലസ്റ്റേഡ് സെൻറ്റൻസ് ഈ ഭാഗങ്ങളിലേക്കാണ്. ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത് നോക്കാം.
A sentence is not just a group of words randomly put together, but an ordered string, not a group of words, not just randomly put together, but an ordered string in which rules of agreement govern the relationship among its different constituents. ഓക്കെ, ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സെൻറ്റൻസിൻ്റെ ഭാഗം നമ്മൾ ഹാൻഡിൽ ചെയ്ത സമയത്ത് ഐ ടോൾഡ് യു ദാറ്റ് വി കനോട്ട് കോൾ എ സെൻറ്റൻസ് എ സെൻറ്റൻസ് ഇഫ് ഇറ്റ് ഈസ് arranged if it is words are not arranged in proper order. ഓക്കെ, നമുക്കതിനൊരു സെൻറ്റൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇഫ് only we can call a sentence when the words are arranged in a systematic order in order to convey a meaning. Then only we can call this group of words a sentence. Otherwise, it is not a sentence. A sentence is not a sentence if it is not convey any meaning. Okay. ഒരു ഓർഡേർഡ് സ്ട്രിങ് ആണ്. ഓർഡേർഡ് സ്ട്രിങ് ഓരോ സബ്ജക്റ്റ് ഒരു എഗ്രിമെൻറ്റ്, സബ്ജക്റ്റ് ആൻഡ് വേർബ് എഗ്രിമെൻറ്റ് നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്, സബ്ജക്റ്റ് സിംഗുലർ ആണോ വേർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് ഓൾറെഡി പറഞ്ഞു. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വേർബ് സിംഗുലർ ആകും, സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോൾ വേർബ് പ്ലൂരൽ ആകും. ഈ ഒരു അഗ്രിമെൻറ്റ് നമ്മൾ ഫോളോ ചെയ്യണം, നല്ല സെൻറ്റൻസ് മീനിങ് ഫുള്ളായിട്ട് കൺവേ ചെയ്യാൻ പറ്റും. സോ ഹിയർ we are given some dialogues. Robert, no eggs, no eggs. Thousand thunders, man, what do you mean by no eggs? Steward, sir, it's not my fault. It's the act of God. Robert, blasphemy. You tell me there are no eggs, and you blame your maker for it? Steward, sir, what can I do? I cannot lay eggs. Okay, so interesting sentence, funny dialogue between the Robert and the steward. Steward means who's ഒരു മീൻസ് സെർവൻറ്റിനെയാണ് നമ്മൾ സ്റ്റ്യൂവാർഡ് എന്ന് പറയുന്നത്. അതിൽ it is taken from George Bernard Shaw's drama Saint John. Another sentence is, the babus of Nanjor were famous landlords. They were noted for their princely extravagance. Extravagance എന്നൊക്കെ വെച്ചാൽ പ്രിൻസിലി എക്സ്ട്രാവഗൻസ് എന്ന് വെച്ചാൽ അങ്ങേറ്റത് ധൂർത്തിനെയാണ് പറയുന്നത്. ധൂർത്തയും നമ്മൾ ചെലവഴിക്കുന്നത്. Okay. Then they would tear off the rough border of their Dhaka muslin. It's already familiar to muslin cloth. It rubbed against their delicate skin. They would spend thousands of rupees over the wedding of a kitten. Okay. It is adapted from Rabindranath Tagore, The Babus of Nainjore, in Hungry Stones and Other Stories. Okay, so this dialogue is taken from the collection of Tagore's story. Then another sentence, what is boredom? It's a state of mental and emotional tension. Is boredom actually dangerous? Yes, it is danger. It is dangerous. Men and women will go to almost any lengths to escape it. ഓക്കെ, നമുക്ക് എന്തിനാണത് തന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വായിച്ചു പോകുന്നത്. Then hop in Lanka, advantage graph, seat burnt off, Onida neighbors envy, honest pride, good morning. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്യാൻ യു ഐഡൻറ്റിഫൈ ഓൾ ദ സെൻറ്റൻസസ് ഇൻ ദ എബോവ് എക്സെപ്റ്റ്സ്? അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒക്കെ ഏത് ടൈപ്പാണെന്ന് നമ്മൾ 4 ടൈപ്പ് പഠിച്ചു, ആ ടൈപ്പിൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയോ? Or do you think all the expressions listed in the above are sentence? D means all these 5 sentences, good morning, sit down. So what kind of sentences is this? Is yes
In see above a sentence, the word yes. Is this a sentence? Is no X? So the dialogue now X, is it also a sentence? If yes, അപ്പോൾ യെസ് എന്നുള്ള വേർഡ് അതുപോലെ നോ ഇഗ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ഇതെല്ലാം വാട്ട് ടൈപ്പ് ഓഫ് എ സെൻറ്റൻസ്, ഇത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? ഹൗ വിൽ യു ക്യാരക്ടറൈസ്, ഹൗ വിൽ യു ക്യാരക്ടറൈസ് ഇസ് ബോറം ഡേഞ്ചറസ് ആൻഡ് വാട്ട് ഈസ് ബോറം then say above. അപ്പോൾ ഇതൊക്കെ ഏത് ടൈപ്പിൽ നമ്മൾ പെടുത്തും? സോ ഫ്രം ദ ഏർലിയർ ഡേയ്സ് ഓൺവേർഡ്സ് വി ഹാവ് ബീൻ ടോൾഡ് ദാറ്റ് എ സെൻറ്റൻസ് വിൽ നോർമലി ഹാവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. വാട്ട് ഈസ് എ സെൻറ്റൻസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. ഒന്നെന്താണ്? ഈ റൂൾസാണ് നമ്മൾ ഈ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് വി സേ എ സെൻറ്റൻസ് ഇസ് എ സെൻറ്റൻസ്. It will consist of a group of words which express a complete thought. ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, സിസ്റ്റമാറ്റിക് അറേഞ്ച് ചെയ്ത ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. ആൻഡ് ഇറ്റ് കൺവേ എ കംപ്ലീറ്റ് സെൻസ്, ഒരു കംപ്ലീറ്റ് മീനിങ് ഫുൾ തോട്ട് അത് കൺവേ ചെയ്യുന്നു. അപ്പോഴേ അത് സെൻറ്റൻസ് ആവുള്ളൂ. ദെൻ അനദർ വൺ, ഇറ്റ് വിൽ ഹാവ് ടു മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ്. അതിന് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവേണ്ടത്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൺ ഹു ഇസ് ഡൂയിങ് ദ ആക്ഷൻ, ദെൻ പ്രെഡിക്കേറ്റ് അതിനെ തുടർന്ന് വരുന്നത് വാട്ട് ആക്ഷൻ ദ സബ്ജക്റ്റ് ഈസ് ഡൂയിങ്, വാട്ട് ഈസ് ഒബ്ജക്റ്റ്. ഈ ഭാഗങ്ങളെല്ലാമാണ് പ്രെഡിക്കേറ്റിൽ വരുന്നത്. സോ subject is closely related to what is being talked about and predicate to the new information that is given about the subject. എന്താണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ അപ്പോൾ ഒരു സെൻറ്റൻസ് സബ്ജക്റ്റും ഉണ്ടാവണം, പ്രെഡിക്കേറ്റും ഉണ്ടാവണം. അതുപോലെ ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ് വിത്ത് എ പീരീഡ്. പീരീഡ് ഇൻ ദ സെൻസ് ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കോ ക്വസ്റ്റ്യൻ മാർക്കോ ഒക്കെ ഉണ്ടായിരിക്കണം, എന്നാലേ അത് സെൻറ്റൻസ് ആവൂ. ദെൻ ഫോർ എക്സാമ്പിൾ, the Babus of Nayanjore were famous landlords. Starts with a capital letter and ends with a period. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമുക്ക് ഒരു സബ്ജക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ പ്രെഡിക്കേറ്റും വരുന്നുണ്ട്. അതിൽ ദ ബാബൂസ് ഓഫ് നയൻജൂർ എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ആണ്. ബാക്കിയുള്ള ഭാഗം വരെ ഫേമസ് ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നതാണ് അവിടെ പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വിച്ച് ഇസ് എ തീം ഓഫ് സെൻറ്റൻസ്, പ്രെഡിക്കേറ്റിലാണ് ബാക്കിയെല്ലാം വരുന്നത്. ആ സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് മീനിങ് കൺവേ ചെയ്യുന്നത് പ്രെഡിക്കേറ്റ് പാർട്ടിലാണ്. Which is the new information we learn about subject that has already been introduced and all the words in the sentence together express a complete thought. അപ്പോൾ ആ ഒരു പ്രെഡിക്കേറ്റ് ഭാഗമാണ് സബ്ജക്റ്റിൻ്റെ ആക്ഷൻ എന്താണെന്ന് പറയുന്നതും ആ സെൻറ്റൻസ് ഒരു കംപ്ലീറ്റ് തോട്ടായിട്ട് അവിടെ കൺവേ ചെയ്യുന്നതും. You should be able to identify many similar sentences in the above excerpt sentence. Okay. ബാബൂസ് ഓഫ് നയൻഷോർ എന്ന് പറയുന്നത് ആൻഡ് ഗ്രമാറ്റിക്കലാണ്. അനദർ പ്രോപ്പർട്ടി ഓഫ് സെൻറ്റൻസ് മേ ബി സ്റ്റേറ്റഡ് ആസ് ഇറ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് an ordered string of words and it's not just a group of words in any order. Again, can we say was instead of were in sentence 1? It's not possible because the subject of a sentence must agree with the verb used in the sentence. Okay, നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ where ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ അതിൻ്റെ അതാണ് ഗ്രമാറ്റിക്കലാണ്, അത് റോങ് ആണ്. കാരണം അവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അപ്പോൾ വേറെ എന്നുള്ളത് റോങ് ആണ്. ദെൻ അപ്പോൾ ദ ഫോം ഓഫ് ദ വേർബ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി സബ്ജക്റ്റ്, അതാണ് സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്. ദെൻ ഫോക്കസ്. In English, as in most other languages, a word in more than one sense or shade of meaning. The original sense in which a word is used in it is literal meaning. In its literal meaning, keep in mind literal meaning. ഒരു വേർഡ് തന്നെ പല സെൻസിലും നമുക്ക് ഉപയോഗിക്കാം, പല മീനിങ്ങിലും ഉൾക്കൊള്ളാം. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് മീനിങ്, അതായത് ഏത് ഒറിജിനലായിട്ട് ഡയറക്റ്റായിട്ട് ഏത് അർത്ഥത്തിലാണോ സെൻറ്റൻസ് പറയുന്നത് അതാണ് അതിൻ്റെ യഥാർത്ഥ ലിറ്ററലായിട്ടുള്ള
മീനിങ് അതാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം വെച്ചിട്ട് പറയാണ്, ഇൻ ദ സെൻറ്റൻസ് എ ഡോഗ് ഈസ് എ മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്. എ ഡോഗ് ഈസ് എ man's best friend. In this word, the dog is used in literal sense in order to refer a particular animal. Dog മാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പോൾ ഡോഗ് എന്ന ആനിമലിനെ മാത്രമാണ് അവിടെ ഉദ്ദേശിച്ചത്. ബട്ട് ഇഫ് വി കോൾ എ പേഴ്സൺ എ ഡോഗ്, ഓക്കെ, ഒരാളെ പോയിട്ട് ഒരു വ്യക്തിനെ നമ്മൾ ഡോഗ് എന്ന് വിളിക്കുമ്പം ഇറ്റ് നെവർ ഇൻറ്റൻഡഡ് ടു എ പെർട്ടിക്കുലർ ആനിമൽ. ഒരു ആനിമലിനെ അല്ല അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം ആ പേഴ്സണ് നമ്മൾ എന്താണ്, ഒരു വേർത്ത്ലെസ്, ഒരു എവിൾ പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. വി ആർ എക്സ്റ്റെൻഡിങ് ദ മീനിങ് ഓഫ് ദ വേർഡ്. അപ്പോൾ അവിടെ ലിറ്ററൽ മീനിങ്ങിൽ നിന്നും, അതായത് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന മീനിങ്ങിൽ നിന്നും എന്ത് സംഭവിച്ചു, ഡയറക്റ്റ് മീനിങ്ങിൽ നിന്നും മാറി നമ്മൾ ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്തു. അതിൻ്റെ അർത്ഥം നമ്മൾ മറ്റൊരു തലത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, നീട്ടി, എക്സ്റ്റെൻഡഡ് മീനിങ് ആയിട്ട് മാറി. ഓക്കെ, ആ നമ്മൾ ഉദ്ദേശിച്ച ഡയറക്റ്റ് മീനിങ് അല്ല അവിടെ വരുന്നത്, മറ്റൊരു അർത്ഥത്തിലാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അവിടെ. വി ആർ എക്സ്റ്റെൻഡിങ് ദ മീനിങ് ഓഫ് ദ വേർഡ്. സിമിലർലി ഇൻ ദ സെൻറ്റൻസ് ദ ഡോഗ് ഓൾവേസ് ബാർക്സ് അറ്റ് ദ പോസ്റ്റ്മാൻ. ഓക്കെ, അപ്പോൾ ഇതിവിടെ ബാക്ക് എന്നുള്ള വേർഡ് അവിടെ നമ്മൾ കുരയ്ക്കുക, പോസ്റ്റ്മാനെ നോക്കി എപ്പോഴും കുരയ്ക്കാറുണ്ട് എന്ന് പറഞ്ഞു. അതവിടെ ലിറ്ററൽ സെൻസിൽ മാത്രമാണ്, അതിൻ്റെ നേരിട്ടുള്ള മീനിങ്ങിലാണ് ഉപയോഗിച്ചത്. അതേസമയം നമ്മളൊരു പേഴ്സണോട് പറയാം, ഡോണ്ട് ബാർക്ക് ലൈക്ക് ദാറ്റ് ജോൺ. ജോൺ ഇവിടെ കിടന്നിങ്ങനെ കുരയ്ക്കരുത് എന്ന് പറയുന്നത്, അയാൾ അവിടെ ഒരു പട്ടിയല്ല കിടന്ന് കുരയ്ക്കാൻ. പക്ഷേ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതുപോലത്തെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കരുത്, ഒച്ച വെക്കരുത് എന്ന് നമ്മളയാളൊരു ഷൗട്ട് ചെയ്യുന്ന രീതിയാണ്. ഷാർപ്പ് ആൻഡ് ലൗഡ് സൗണ്ട് ഹിസ് മേക്കിംഗ്. അപ്പോൾ അവിടെ മീനിങ് നമ്മളൊന്നുകൂടെ മറ്റൊരു അർത്ഥം, നേരിട്ടുള്ള മീനിങ്ങിന് പകരം വേറൊരു അർത്ഥത്തിലുള്ള മീനിങ് ആണ് ഉപയോഗിച്ചത്. ഓക്കെ, അങ്ങനെ നമ്മൾ പറയുന്നതിന് ദിസ് കൈൻഡ് ഓഫ് എക്സ്റ്റെൻഷൻ ഈസ് കോൾഡ് മെറ്റഫർ. മെറ്റഫർ, കീപ്പ് ഇൻ മൈൻഡ്, നമ്മൾ ഒരു വേർഡിനെ, മെറ്റഫർ ഇസ് എ കമ്പാരിസൺ ആക്ച്വലി. ഓക്കെ, മെറ്റഫർ ഇസ് നമ്മൾ സിമിലി, മെറ്റഫർ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതായത് കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. രണ്ട് വാക്കുകളെ, രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റഫർ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ ലിറ്ററൽ മീനിങ്ങിൽ നിന്നും ഒരു എക്സ്റ്റെൻഡഡ് മീനിങ്, അതിൻ്റെ യഥാർത്ഥ മീനിങ്ങിന് അപ്പുറത്തേക്ക് മറ്റൊരു സെൻസ് ഓഫ് മീനിങ് കൺവേ ചെയ്യുന്നതിനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ then a metaphor is the use of a phrase which describes one thing by stating another with which it can be compared. We can focus our attention on the following sentences. Example അവിടെ കൊടുക്കുന്നുണ്ട്. You should comb your hair more often. You should comb your ഹെയർ. കോംബ് യുവർ ഹെയർ, നമ്മൾ മുടി ചീകണം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് യു ഷുഡ് ഓൾവേസ് കീപ്പ് നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, യു ഹാവ് ടു ബി നീറ്റ് ആൻഡ് ക്ലീൻ ഓൾവേസ്, കീപ് ടൈഡി എന്നുള്ളതൊക്കെയാണ് അവിടെ നമ്മളവിടെ കോംബ് യുവർ ഹെയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മൾ പറയാണ് വാട്ട്, ഈ കോംബ് എന്നുള്ള ഇത് വേറൊരു മീനിങ്ങിൽ പറയും. ദ പോലീസ് കോംബ്ഡ് ദ ഫോറസ്റ്റ് ഫോർ ദ മിസ്സിംഗ് ബോയ്. ദ പോലീസ് കോംബ്ഡ് ദ ഫോറസ്റ്റ് ഫോർ ദ മിസ്സിംഗ് ബോയ് എന്നിവിടെ പറയുമ്പോൾ ദ മീനിങ് ബിക്കംസ് ടോട്ടലി ചേഞ്ച്ഡ്. We are using the word comb to mean search thoroughly. So here the meaning of the word comb, search thoroughly, നന്നായിട്ട് അരിച്ചു പെറുക്കി പരിശോധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കോംബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതേസമയം the first sentence it means keep your hair comb. സോ ദിസ് ആൻ എക്സ്റ്റെൻഷൻ ഓഫ് മീനിങ്. അപ്പോൾ അതിൻ്റെ ലെറ്ററൽ മീനിങ്ങിൽ നിന്നും മാറി നമ്മൾ മറ്റൊരു മീനിങ് കൊടുത്ത് ആ മീനിങ് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ജസ്റ്റ് ആസ് ദ comb goes through the hair to clean and tidy it, so the police searched the forest to find the boy. By using the word in its extended meaning, we help to make concrete the message we are trying to convey. For instance,
In the second sentence above, it becomes easier for the reader or listener to visualize or see in his mind what the police are doing. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ തന്നെ വി ക്യാൻ വിഷ്വലൈസ് ദ പിക്ചർ ഹൗ ദ പോലീസ് ആർ സെർച്ചിങ് ഫോർ ദ ബോയ് എന്നുള്ള ഒരു പിക്ചർ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് മെറ്റഫർ. ലിറ്ററൽ മീനിങ്ങിൽ നിന്നും അതിൻ്റെ ഒറിജിനൽ മീനിങ്ങിൽ നിന്നും മീനിങ് എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റൊരു സെൻസ് ഓഫ് മീനിങ് കാണുന്നതിനെയാണ് നമ്മൾ മെറ്റഫർ, ഒരു കൈൻഡ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, അതാണ് അവിടെ മെറ്റഫർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ലെറ്റ്സ് സീ. In the sentences below, a number of words have been used twice. A number of words have been used twice, once in literal sense and the other one is in what? Other one is in one is in literal and the second time in extended sense. Write L beside the sentences in which the underlined word is used in the literal sense. Write E where it is used in an extended sense. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിലും ഒരു അണ്ടർലൈൻഡ് വേർഡ് 2 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് if the word is given in literal meaning or which conveys a literal meaning or the given word conveys extended meaning. ഓക്കെ, അപ്പം ലിറ്ററൽ മീനിങ് ആണെങ്കിൽ അതിൻ്റെ നേരെ നമ്മൾ എൽ എന്നുള്ള ലെറ്റർ കൊടുക്കുക. ഇഫ് ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻഡഡ് മീനിങ് ഗിവ് ദ ലെറ്റർ ഇ. ഓക്കെ, ലെറ്റ്സ് സീ. He was angry with me because I had broken his pots. He was angry with me because I had broken his pots. നമുക്ക് ഡയറക്റ്റ് മീനിങ് ആണ് അവിടെ. ഞാൻ ബ്രോക്കൺ പോട്ട് പൊട്ടിച്ചത് കൊണ്ട് അവൻ എൻ്റെ അടുത്ത് ദേഷ്യത്തിലാണ്. ഡയറക്റ്റ് മീനിങ്, അതിനവിടെ വേറെ അർത്ഥമൊന്നും വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് ലിറ്ററൽ മീനിങ് ആണ്, ഡയറക്റ്റ് ഒറിജിനൽ മീനിങ് ആണെന്ന് പറയും. അതേസമയം ഹ്യൂജ് വേവ്സ് റോസ് ഇൻ ദ ആംഗ്രി സീ. സോ ആംഗ്രി സീ, അപ്പോൾ അവിടെ ഒരു എക്സ്റ്റെൻഡഡ് മീനിങ് ആണ്. സീയിൽ തിരമാലകൾ, ഹ്യൂജ് വേവ്സ് റോസ് ഹൈ. How the phase of sea is expressed here. ആ ഒരു ഫ്യൂരിയസ്നെസ് അല്ലെങ്കിൽ ഒരു കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ആ ഒരു കടലിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതിവിടെ ഒരു എക്സ്റ്റെൻഡഡ് മീനിങ്ങിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കുള്ള ആംഗ്രി എന്നുള്ള ഒരു ദേഷ്യപ്പെടുക എന്നുള്ള അർത്ഥത്തിലല്ല. ആംഗ്രി എന്നൊക്കെ പറയുന്ന ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. പക്ഷെ ഇവിടെ സീനാണ് ആ ക്വാളിറ്റി കൊടുത്തിട്ടുള്ളത്. The next one, they fired at the house. The bullets buried themselves in the wall. Then in the fourth one also, that word buried used. 3 nights later, Old Major died peacefully in his sleep. His body was buried at the foot of the orchard. So we already know the meaning of the word buried. Buried means bury a person after death. മരിച്ചതിന് ശേഷം ഒരാളെ ബറി ചെയ്യുന്നതിനാണ് നമ്മൾ അടക്കം ചെയ്യുന്നതിനാണ് ബറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ഫോർത്ത് സെൻറ്റൻസിൽ ബറീഡ് എന്ന് പറയുന്നത് അയാൾ അടക്കം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഇൻ ലിറ്ററൽ മീനിങ്. ബട്ട് ഇൻ ദ തേർഡ് വൺ, ദ ബുള്ളറ്റ്സ് ബറീഡ് ദംസെൽവ്സ് ഇൻ ദ വോൾ. ആ ബുള്ളറ്റ് അവരെ മുഴുവനായിട്ടും ബറി ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ മുഴുവൻ എല്ലാ അർത്ഥത്തിലും അവരെ തീർത്ത് കളഞ്ഞു അല്ലെങ്കിൽ ഇല്ലാതാക്കി എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. സോ ഇറ്റ്സ് എൻ എക്സ്റ്റെൻഡഡ് മീനിങ്. ദെൻ ഡെത്ത് ഈസ് എ ട്രൂ ഫ്രണ്ട്. Then sixth one, Rajesh is my best friend. Okay, see the difference. നമ്മൾ പറയും ഒരു വ്യക്തിനെ വെച്ചിട്ട് നമുക്ക് രാജേഷ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. ദാറ്റ് ഈസ് ലിറ്ററൽ മീനിങ് ആണ്. അതേസമയം ഡെത്തിനൊന്നും ഒരിക്കലും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാറില്ല. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് എന്നുള്ളതിനും അപ്പുറത്തേക്ക് മറ്റൊരു മീനിങ് അവിടെ കൊടുത്തു. ഡെത്ത് ഓൾ ദ പേഴ്സൺസ് ഹാവ് ടു ഡൈ. സോ ഡെത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ട് വിൽ ഓൾവേസ് ബി ദെയർ വിത്ത് അസ്. അതുപോലെ തന്നെ ഡെത്തും ഈസ് ഓൾവേസ് ദെയർ വിത്ത് അസ്, വിച്ച് നെവർ ഡിപ്പാർട്ടഡ് ഫ്രം
നമ്മളൊരിക്കലും വിട്ടു പോവില്ല. ഓക്കെ, അപ്പോൾ അതൊരു അനദർ മീനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ അത് എക്സ്റ്റെൻഡഡ് മീനിങ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, in ancient times the Romans brought slaves from battles. ഓക്കെ, അപ്പോൾ ഏൻഷ്യൻ്റിൽ പണ്ട് കാലത്ത് റോമൻസ് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവിടുന്ന് സ്ലേവ്സിനെ കൊണ്ടുവരാറുണ്ടായിരുന്നു. സ്ലേവ് വെച്ചാൽ അടിമകളെ കൊണ്ടുവരാറുണ്ടായിരുന്നു. ദെൻ അപ്പോൾ അത് അവിടെ ഡയറക്റ്റ് മീനിങ് ആണ്. സ്ലേവ്സ് എന്നുള്ളത് വേറൊരു മീനിങ്ങിലല്ല, ഇറ്റ് ലിറ്ററൽ മീനിങ്. But in the eighth sentence, I was exposed as a slave of habit, even in so trifling a matter as getting the first cigarette out of a new packet. അപ്പോൾ അതായത് ഓരോ സില്ലി മാറ്ററിനും എന്നെ ഒരു എന്താ ഒരു സ്ലേവ് ഓഫ് ഹാബിറ്റ് ആയിട്ടല്ല, എല്ലാത്തിനും എന്നെ വെച്ചൊരു പരീക്ഷണ വസ്തുവാക്കി എന്നൊരു ബലിയാടാക്കുന്ന ഒരു രീതി, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനൊരു എക്സ്റ്റെൻഡഡ് മീനിങ് ആണ് വരുന്നത്. അത്രയേ ഉള്ളൂ. വൺ മോർ എക്സാമ്പിൾ ഈസ് ഗിവൺ. ചക്കീസ് പീസ് ഓഫ് മൈൻഡ് വാസ് ഷാറ്റേർഡ്. എ ഗ്ലാസ് പെയിൻ ഓഫ് അവർ വിൻഡോ വാസ് ഷാറ്റേർഡ്. ഷാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ആകെ പൊട്ടിച്ചിതറി കിടക്കുക എന്നുള്ളതാണ്. മൈൻഡ് ഒരിക്കലും പൊട്ടിച്ചിതറി താഴെ വീണ് കിടക്കില്ലല്ലോ. അപ്പോൾ മൈൻഡിന് അവിടെ അതിൻ്റെ ഒരു പെയിൻ, ഗ്രീവ്നെസ്, ഇതൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതൊരു എക്സ്റ്റെൻഡ് മീനിങ്ങിലാണ്. അതേസമയം ദ 10th വൺ, ഗ്ലാസ് പെയിൻ ഓഫ് എ വിൻഡോ പെയിൻ പൊട്ടിച്ചിതറി, ഷാറ്റേർഡ്, അതതിൻ്റെ ഡയറക്റ്റ് മീനിങ്ങിലാണ്, ലിറ്ററൽ മീനിങ്ങിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. Okay, I hope you clear what is a metaphor, what is literal meaning and what is extended meaning. So the meaning of a word may be transferred or extended from a concrete object which we can feel and see to an abstract idea. അപ്പോൾ ഒരു മീനിങ്ങിനെ നമുക്ക്, ഒരു വേർഡിൻ്റെ മീനിങ്ങിനെ നമുക്ക് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന്, കോൺക്രീറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വി ക്യാൻ സീ, വി ക്യാൻ ഫീൽ ഇറ്റ്, വി ക്യാൻ ടച്ച് ഇറ്റ്, ദാറ്റ് ഈസ് എ കോൺക്രീറ്റ് ഒബ്ജക്റ്റ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമുക്കതിനൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത, ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. ദിസ് ഹെൽപ്സ് ടു മേക്ക് the idea vivid. It becomes easier to see the idea or visualize it in concrete terms with the help of a word picture. Example, his knowledge of history was getting rusty. Okay, rusty എന്ന് പറയുന്നത് സാധാരണ നമ്മൾ തുരുമ്പ് പിടിക്കുന്നതിനാണല്ലോ പറയാറുള്ളത്. ഇറ്റ്സ് ഗെറ്റിംഗ് റസ്റ്റി. അപ്പോൾ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള അറിവ് തുരുമ്പ് പിടിക്കുന്നു എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദ യൂഷ്വൽ അസോസിയേഷൻ ഓഫ് ദ വേർഡ് റസ്റ്റി ഈസ് വിത്ത് തിങ്സ് മെയ്ഡ് ഓഫ് അയൺ വിച്ച് കവേർഡ് വിത്ത് റസ്റ്റ്. സാധാരണ നമ്മൾ എന്തെങ്കിലും തുരുമ്പ് പിടിക്കുന്ന അയൺ റിലേറ്റഡ് തിങ്സിൻ്റെ കൂടിയാണ് റസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറ്. പക്ഷെ ഇവിടെ റസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് നോളജ് ഓഫ് ഹിസ്റ്ററി അതിലാണ്. അപ്പോൾ ഇവിടെ ആ ഒരു നോളജ് ഓഫ് ഹിസ്റ്ററി, റെസ്റ്റി എന്ന് മീൻ ചെയ്യുന്നത് ബ്രെയിൻ, അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കാതെ നിന്ന് അത് നശിച്ചു പോകുന്നതിനെയാണ്, നമുക്ക് അറിയുന്ന കാര്യം മറന്നു പോകുന്ന, ഒരുപാട് കാലം യൂസ് ചെയ്യാതെ നിന്ന് മറന്നു പോകുന്നതിനെയാണ് നമ്മളവിടെ റെസ്റ്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, some other metals are exposed to water and air, reddish brown surface forms on them. This is called rust. തുരുമ്പെന്താ നമുക്കറിയാം. So rusty nails are nails covered with rust. They have lost their brightness because they have been lying unused for a long time. This idea of things getting rusted has been transferred to one's knowledge. So, what the idea of thing like the thing which is made up of iron is rusted. Such ideas are transferred to human beings' knowledge of a subject to mean that it is mostly forgotten because it has not been used for a long time. Okay, the knowledge of a person got rest because it's not being used for a long time. അങ്ങനെ തുരുമ്പ് പിടിച്ചു എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഒരു ഇരുമ്പ് തുരുമ്പ് പിടിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ലിറ്ററൽ മീനിങ് ആണ്. അതേസമയം നോളജ് തുരുമ്പ് പിടിച്ചു എന്ന് പറയുമ്പോൾ അത് എക്സ്റ്റെൻഡഡ് മീനിങ് ആണ്. ദാറ്റ് ഈസ് മെറ്റഫോർ. That's the difference between metaphor
means literal meaning and extended meaning. I hope it is clear to you. അപ്പോൾ ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ കവർ ചെയ്യാൻ സമയമില്ല. അതിൻ്റെ കണ്ടിന്യൂഷൻ വി വിൽ ഡീൽ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ വീണ്ടും ഈ എടുത്ത ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് വായിക്കുക. Read again and again. Fix each and whenever you read, fix each and every sentence, fix in your mind. വെറുതെ വായിച്ചു വിടാതെ വിത്ത് എക്സാമ്പിൾസോട് കൂടിയിട്ട് നമ്മൾ സ്വയം എക്സാമ്പിൾസും കൂടെ കണ്ടെത്തി ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിൽ പോയിൻ്റ് വെക്കുക. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ ഡീൽ ചെയ്യും. ഇനിയും കുറച്ച് വൈഡായിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് വോയിസ്, ഡിറ്റർമിനേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഏരിയാസ് ഇതിൽ കിടക്കുന്നുണ്ട്. ഇത് we will learn all those topics in the coming classes. I hope you understood what all things we have covered so far. Okay. പിന്നത്തെ ഇതോട് കൂടിയിട്ട് ഈ ഒരു ആക്ടിവിറ്റിയോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. Hope you understood all these things we discussed today, and we will meet in the next class. Okay. So thank you everyone.